ഞായറാഴ്ചയാണേ. ഞങ്ങളങ്ങനെ ചെറുക്കം വരുന്നുണ്ട്. നല്ല വഴിയിലേക്ക് ഇറങ്ങിയതാണ്. ഒന്ന് ഔട്ടിങ്ങൊക്കെ പോകാമെന്ന് വിചാരിച്ചു ഉച്ച കഴിഞ്ഞേ. പക്ഷെ നോക്കുമ്പോൾ നല്ല മഴയൊക്കെ വരുന്നുണ്ട്. ഞങ്ങളുടെ വീടിനടുത്തുള്ള പഞ്ചായത്ത് റോഡായത്. നമ്മുടെ വീട് ആ കാണുന്ന അവിടുന്ന് കുറച്ചുകൂടെ മുകളിലോട്ട് കയറി പോകണം കേട്ടോ. അപ്പോൾ ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വൈകിയ പുറത്തേക്ക് ഇപ്പോൾ ഞാൻ ആലോചിക്കാം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. കാരണം നമ്മൾ ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളെല്ലാം തന്നെ പോയി തീർന്നു. ഇനിയിപ്പോൾ ഏതാ അടുത്ത് ഉള്ള ഇതെല്ലാം എത്രയോ പ്രാവശ്യം വീഡിയോകളൊക്കെ ചെയ്ത് അടുത്തെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ എന്തായാലും ഒന്ന് പുറത്തേക്ക് പോയി നോക്കാം അല്ലേ, എന്തെങ്കിലും പുതിയ കാഴ്ചകൾ കിട്ടുമോ ഇല്ലയോ എന്ന്. ഇതാണ് നമ്മുടെ ഇവിടേക്കുള്ള റോഡൊക്കെ. നമ്മുടെ വണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ടോ? ഇവിടെ നീ കാണുന്ന വഴിക്കൂടാണ് നമ്മൾ വീട്ടിലേക്ക് കയറി പോകുന്നത് കേട്ടോ. ഇവിടുന്ന് 95 മീറ്റർ ചെറിയൊരു കയറ്റവും ചെറിയൊരു ഇറക്കമൊക്കെ ആയിട്ട് കയറി പോകാനുണ്ടേ. ഞങ്ങൾ 2 വീട്ടുകാരെ ഈ വഴിക്ക് താമസിക്കുന്നുള്ളൂ. പഞ്ചായത്തിൽ പല പ്രാവശ്യം പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങോട്ടൊരു വഴിയൊന്ന് സെറ്റാക്കി തരാനായിട്ട്. ഇതുവരെ ഒന്നും നടപടിയായിട്ടില്ല. എപ്പോഴേലൊക്കെ ശരിയാവുമായിരിക്കും. ഈ വഴി നേരെ താഴോട്ട് ചെന്ന് ഇറങ്ങുന്ന ലെപ്പക്കടയ്ക്കാണേ. ലെപ്പക്കടയിൽ നിന്ന് പിന്നെ പല വഴിയായിട്ട് നമുക്ക് പോകാം. കട്ടപ്പനയ്ക്കും കോട്ടയത്തിനും ഏത് ഭാഗത്തേക്ക് വേണേലും പോകാവേ. ഈ വഴി നമ്മൾ വരുന്ന സമയത്ത് ഫുള്ള് സോളിങ് പോലെ ഭയങ്കര പൊളിഞ്ഞു കിടന്ന റോഡായിരുന്നു. പിന്നീടൊരു ഇപ്പോൾ ഒരു 10 കൊല്ലമായി 8 കൊല്ലമായി ഇതൊന്ന് ടാർ ചെയ്തിട്ട്. അതിനുശേഷം വീണ്ടും ഈ വഴി പല വഴിക്കും പൊളിഞ്ഞൊക്കെ തന്നെ കിടക്കുവാണേ. 2 സൈഡിലും കൃഷിയിടങ്ങളാണ്. ഈ ഒരു സൈഡെല്ലാം വാഴത്തോട്ടമാണ്. പിന്നെ ഈ ഒരു സൈഡെല്ലാം ഇങ്ങോട്ടുണ്ട്, ഇതെല്ലാം ഏലമാണേ. നല്ല പച്ചപ്പുള്ളൊരു സ്ഥലമാണ്. ഇവിടം മുതൽ അങ്ങ് താഴോട്ടിനി നമ്മുടെ ഈ വഴി ഭയങ്കര മോശമാണ് കേട്ടോ. ഫുള്ളായിട്ട് പൊളിഞ്ഞൊക്കെ കിടക്കുന്നൊരു വഴിയാണേ. നമ്മുടെ ലെപ്പക്കട സിറ്റി കേട്ടോ. ഇവിടെ അത്യാവശ്യം ഹോസ്പിറ്റല്, കോളേജ്, വില്ലേജ് ഓഫീസ്, കൃഷി ഓഫീസ് എല്ലാം ഉണ്ടേ. എന്തായാലും നമുക്ക് കട്ടപ്പന വരെ ഒന്ന് പോയിട്ട് വരാം. ഇവിടെ റോഡിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളേ. ഫിനിഷിങ് ടാറിങ്ങിലോട്ട് എത്തിയിട്ടില്ല. ആദ്യത്തെ ഒരു ടാറിങ്ങൊക്കെ കഴിഞ്ഞുള്ളൂ. സൈഡ് വർക്കുകളൊക്കെ ഒത്തിരി കിടക്കുവാണ്. അത് കാരണം ഇനിയിപ്പോൾ ഈ പണി ശബരിമല സീസണൊക്കെ ആകുമ്പോഴത്തേക്കും തീർന്ന് വരുമായിരിക്കും. ഇപ്പം മഴ പെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. അത് അവിടെയൊക്കെ മഴ പെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പം നല്ല മഴ കേട്ടോ. ഞങ്ങൾ വെയിറ്റ് ഷീറ്റ് കയറിയേ. ഓക്കെ, എന്നാ മഴയാണ് ചോദിച്ചത്? നല്ല മഴയാണ്, നല്ല മഴ. പ്രാവശ്യം പ്ലാമഴയൊക്കെ നേരത്തെ പെയ്ത് പോവാട്ടോ. ഇത് കാഞ്ചിയാറ് ടൗൺ ആണേ. ഇവിടുന്ന് നമുക്ക് വെങ്ങാലിക്കട ഭാഗത്തേക്കൊക്കെ പോവാം, പേഴുങ്കണ്ടം പോവാം, അഞ്ചുരുളി പോവാം. മഴയത്തൊരു തരത്തിൽ ഞങ്ങൾ കട്ടപ്പന വന്നു. ഒരു കുറേ നാളായി സിനിമയ്ക്ക് പോയിട്ട്. എന്നാൽ ഒരു സിനിമയ്ക്ക് കയറിയേക്കാന്ന് വെച്ചു. പനിയൊക്കെ ആയതുകൊണ്ട് ഞാനൊന്നും പോകുന്നില്ലായിരുന്നേ. അപ്പോൾ സിനിമയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ടൗണിലേക്ക് ഇറങ്ങി ടൗണിൻ്റെ കാഴ്ചകളോട് കണ്ടങ്ങ് പോയേക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയാണേ. അപ്പോൾ നമുക്ക് ബസ് സ്റ്റാൻഡ് വഴിയും ടൗണിൻ്റെ കുറേ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടങ്ങ് പോകാം. ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ എടശ്ശേരി ജംഗ്ഷനിലെത്തി. എടശ്ശേരി ജംഗ്ഷനിൽ നമ്മൾ ടൗണിലോട്ടാണ് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ കട്ടപ്പന ടൗണിൻ്റെ കുറേ കാഴ്ചകളൊക്കെ കാണിച്ചായിരുന്നു. എന്നാലും നമുക്കൊരു ട്രാവലായിട്ട് ഒന്നുകൂടെ ഒന്ന് കണ്ടു പോകാവേ. ഇന്നിപ്പോഴത്തെ വഴിയിൽ തിരക്കൊക്കെ കുറവാണെന്ന് തോന്നുന്നേ. അല്ലെങ്കിൽ ഈ വഴിക്കൊക്കെ ഭയങ്കര ആളായിരിക്കും വാഹനങ്ങൾ. ശനിയാഴ്ചയാണ് കട്ടപ്പന ഏറ്റവും കൂടുതൽ തിരക്കുള്ള ദിവസം. ഒരു കവർ പാല് മേടിക്കാൻ വരെ കാറും എടുത്ത് ആൾക്കാരിങ്ങ് പോരുവേ. അപ്പോൾ നമ്മൾ സെൻട്രൽ ജംഗ്ഷനിലെത്തി. ഇവിടെയും വലിയ തിരക്കൊന്നും കാണുന്നില്ല. ഈ ഞായറാഴ്ച ആകപ്പാടെ ഏറ്റവും കൂടുതൽ തിരക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭായിമാരുടെയൊക്കെ തിരക്കാണ്. അവരന്നാണ് ഇറങ്ങുന്നത്. നമ്മുടെ കഴിഞ്ഞ ഒരു കട്ടപ്പന വീഡിയോ കണ്ടായിരുന്നു. ഭായിമാരുടെ തിരക്ക് മാർക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റാത്ത തിരക്കായിരിക്കും. രാവിലെ ഒരു 10-12 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ആളാണ്. പഴയ ബസ് സ്റ്റാൻഡ് നമുക്കായാലും പുതിയ ബസ് സ്റ്റാൻഡിലും കൂടെ ഒന്ന് പോയിട്ട് വരാവേ. അവിടെ നമുക്ക് ബൈപ്പാസ് റോഡുണ്ട്, ആ വഴിക്ക് അങ്ങനെ പോകാം. കുന്തളംപാറ മല ഇങ്ങനെ നിൽക്കുന്നുണ്ടോ, മഞ്ഞൊക്കെ ഇറങ്ങി
മഴ പെയ്ത് തോർന്നേ ഉള്ളൂ, അതുകൊണ്ട് എന്നാലും കാണാൻ ഭയങ്കര ഭംഗിയാണ്. താഴെ പുതിയ ബസ് സ്റ്റാൻഡ് കണ്ടോ, എല്ലാം ഒരു ഷോയാന്ന് നോക്കിയേ. ഈ വഴിക്ക് താഴോട്ട് ഇറങ്ങാൻ ഇച്ചിരി പാടാട്ടോ, ഭയങ്കര ഇറക്കമാണ്. ഈ സഹകരണ ആശുപത്രിയുടെ അതിലെ കൂടെ അങ്ങോട്ട് ബസ് സ്റ്റാൻഡിലോട്ട് ഇറങ്ങുന്നത്. ഇത് വൺ വേ ആണേ, ശരിക്കും താഴോട്ട് ഇറങ്ങാനുള്ള ഒരു പെർമിഷനേ ഉള്ളൂ, ഇങ്ങോട്ട് വണ്ടി വരാനുള്ള പെർമിഷൻ ഇല്ല. പക്ഷേ ആൾക്കാർ കയറി വരികയൊക്കെ ചെയ്യും. ബസ് സ്റ്റാൻഡിലും വലിയ തിരക്കൊന്നുമില്ല കേട്ടോ, തിരക്കൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. മഴ പെയ്തപ്പോൾ ആൾക്കാരൊക്കെ നേരത്തെ പോയായിരിക്കും, അതായിരിക്കും. ഏതായാലും ബസ് സ്റ്റാൻഡ് ചുറ്റി നമുക്ക് അപ്പുറത്തെ റൂട്ടിലിറങ്ങാം. ഈ സൈഡിലൊക്കെ കുറേ ബസ്സുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ബസ് സ്റ്റാൻഡ് പിടിക്കുന്നു. കട്ടപ്പന സ്റ്റാൻഡ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോട്ടയം ബസ് സ്റ്റാൻഡിനെക്കാട്ടിയും വലിയൊരു സ്റ്റാൻഡ് കേട്ടോ. ഇങ്ങനെ റൗണ്ടായിട്ട് കിടക്കുന്നതുകൊണ്ടേ നമുക്ക് ഒറ്റ നോടത്തെയും മനസ്സിലാവത്തില്ല. കോട്ടയം ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് രണ്ട് സൈഡേ ഉള്ളൂ. ഒരു സൈഡ് ലോങ് ബസ്സും ഒരു ബസ് ഷട്ടിൽ ബസ്സുമാണ് അവിടുത്തെ കണക്ക്. നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെയൊക്കെ വെച്ചാൽ റോഡിന് ശരിക്കും പറഞ്ഞാൽ വീതി പോരാ. രണ്ട് വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ടാണെന്ന് നോക്കി. നമ്മൾ ഈ ബൈപ്പാസ് റോഡിൻ്റെ ഭാഗത്തേക്ക് കയറാൻ വേണ്ടി കുന്തളംപാറ ഭാഗത്തേക്ക് പോകാം കേട്ടോ. ആ വഴി പോയാൽ നമുക്ക് ബൈപ്പാസ് റോഡിൽ കയറാൻ പറ്റുള്ളൂ. ഈ വഴിയൊക്കെ കണ്ടോ, ഇത് മുനിസിപ്പാലിറ്റിയിലുള്ള റോഡാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ബൈപ്പാസിലോട്ട് എത്തിയേ. നമ്മൾ പുറകെ വന്ന റോഡില്ലേ, ആ റോഡൊക്കെ ഒന്ന് റബ്ബേഴ്സ് റോഡൊക്കെ ആക്കുവാണെങ്കിൽ ടൗണിലെ റോഡൊക്കെ എത്ര ഭംഗിയായിട്ട് കിടക്കും. ഇപ്പം നമ്മൾ പോകുന്ന റോഡെന്ന് പറഞ്ഞാൽ പുളിയമലയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പാറക്കടവിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന വഴിയാണ്. ഈ ശബരിമല സീസണ് ഒക്കെ ഉള്ള സമയത്ത് അതുപോലെ ടൗണിൽ തിരക്കുണ്ടാക്കാതെ നമുക്കിതിലേ പോയിട്ട് സെൻറ്റ് ജോർജ് പള്ളിയിൽ അതിലേ കൂടെ കയറി സ്കൂൾ കവല വഴി അങ്ങനെ നമുക്ക് കോട്ടയം റൂട്ടിലേക്കൊക്കെ വരാനുള്ളൊരു വഴിയാണ് ഈ ബൈപ്പാസ് റോഡ്. നമ്മൾ മുണ്ടക്കയത്തൊക്കെ കണ്ടില്ല ബൈപ്പാസ് റോഡ്, അതുപോലെ ബൈപ്പാസ് റോഡ് ഇവിടെ ഉണ്ട്. ഇത് കൂടുതൽ ഉപയോഗമാകുന്നത് നമ്മുടെ ഈ ശബരിമല സീസണൊക്കെ വരുന്ന സമയത്താണ്. ആ സമയത്ത് മാത്രമേ വലിയ തിരക്കൊക്കെ വരാറുള്ളൂ. ഇവിടെയൊക്കെ റോഡിന് അത്യാവശ്യം വീതിയുണ്ട് കേട്ടോ, ഒരുവിധം കുഴപ്പമില്ലാത്ത വഴിയാണ്. കുന്തളംപാറ ജംഗ്ഷനാണ് കഴിഞ്ഞ റേഷൻ കടക്കട. ഇനി നമ്മൾ നേരെ ചെല്ലുന്ന ഇത് നമ്മൾ ആനവിലാസം കുമളിയിൽ നിന്നൊക്കെ വരുന്ന റോഡാണ്. ആ വഴിക്ക് അങ്ങനെ നമുക്ക് ആ റൂട്ടിലേക്ക് പോവാം. നമ്മൾ വീണ്ടും ടൗണിൻ്റെ ഭാഗത്തേക്ക് കയറുവാണ്. പള്ളിക്കവല എത്തും, സെൻറ്റ് ജോർജ് പള്ളിക്കവല. ഈ പള്ളിക്കവല ജംഗ്ഷനിൽ നമുക്ക് തിരിഞ്ഞു വേണം പോകാനായിട്ട്. സെൻറ്റ് ജോർജിൻ്റെ സ്കൂളും ഉണ്ടോ, ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് ഈ പള്ളി സ്കൂളുമൊക്കെ. പള്ളിക്കവല, കട്ടപ്പന പള്ളിക്കവല. അവിടെ നമ്മൾ ഈ വഴിക്ക് വന്ന മിഷൻ ആശുപത്രിയുടെ സെൻറ്റ് ജോൺസ് മിഷൻ ആശുപത്രിയുടെ അതിലെ കൂടെയാണ് ഇങ്ങോട്ട് വരുന്നത്. തൊട്ട് താഴെ കാണുന്ന കെട്ടിടം കണ്ടോ, ആ വലിയ കെട്ടിടങ്ങളൊക്കെ അതൊക്കെ സെൻറ്റ് ജോൺസിൻ്റെയാണ്. ആശുപത്രിയുണ്ട്, നഴ്സിംഗ് കോളേജുണ്ട്, അങ്ങനെ കുറേ സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഈ വഴി നമ്മൾ നേരെ ചെന്ന് കയറുന്നത് സ്കൂൾ കവലയാണ്. സ്കൂൾ കവലയിൽ നിന്നാണ് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് പോകുന്നത്. ഇത് ഹോസ്പിറ്റലിലോട്ട് കയറുന്ന വഴിയാട്ടോ. ഇവിടുന്ന് ഇനി കുറച്ച് ദൂരം കൂടെ പോയാൽ നമുക്ക് സ്കൂൾ കവല ജംഗ്ഷനിൽ ചെല്ലും. ഇതാണ് സ്കൂൾ കവല. ഇവിടെ നമ്മൾ ലെഫ്റ്റിൽ പോവും. ഇവിടെ ഇപ്പോൾ ഒത്തിരി കെട്ടിടങ്ങളൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. ഇവിടുത്തെ വഴിപണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കപ്പുച്ചിൻ ആശ്രമം. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ പെരുന്നാളൊക്കെ ആയിരുന്നു. നമ്മൾ 20 ഏക്കർ ഭാഗത്തേക്ക് ചെന്നുകൊണ്ടിരിക്കുകയാണ്. 20 ഏക്കറിലാണ് ഇവിടുത്തെ ജനറൽ ആശുപത്രിയൊക്കെ ഉള്ളത്, താലൂക്ക് ഹോസ്പിറ്റൽ. ഇവിടെ നിന്ന് നമുക്ക് വള്ളക്കടവിനൊക്കെ പോകുന്ന ആ കാറ് പോകുന്നുണ്ട്, ആ വഴിക്ക് പോയ വള്ളക്കടവ് കുമളി ആ റൂട്ടിലേക്കൊക്കെ പോകാൻ പറ്റും. ഇവിടെയൊക്കെ റോഡിൻ്റെ ഒരുവിധം പണി തീർന്നു കേട്ടോ. അവർ വെള്ളവരയൊക്കെ ഇട്ടേക്കുന്നുണ്ടോ. ഈ റോഡിൻ്റെ പണി തീർന്നു കഴിഞ്ഞാൽ ചപ്പാത്ത് വരെ മുട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ സോളാറിൻ്റെയൊക്കെ ഒരു പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവർ ശരിക്കും മൂവാറ്റുപുഴയുള്ളൊരു ടീമാണേ, റിക്കോൺ. ഇനി നമ്മൾ ഈ റൂട്ടിലിങ്ങനെ പോയി കഴിഞ്ഞാൽ ആ കയറ്റമൊക്കെ കയറി ചെല്ലുന്ന നരിയമ്പാറ ജംഗ്ഷനാണേ. നരിയമ്പാറയായിരുന്നു ഞങ്ങൾ ആദ്യം താമസിച്ചുകൊണ്ടിരുന്നത്.
ഒരു 15 കൊല്ലമായി ഇപ്പം ലപ്പക്കടയ്ക്ക് താമസം മാറിപ്പോയിട്ട്. ഇതാണ് നരിയമ്പാറ സിറ്റി. ഇടതുവശത്ത് മുകളിലോട്ട് പോകുന്ന വഴിക്ക് പോയാൽ നരിയമ്പാറ സ്കൂളിലേക്കൊക്കെ പോകാം. മേപ്പാറ ആ റൂട്ടിലേക്കൊക്കെ കൽപ്പത്തി അങ്ങനെയൊക്കെ പോവേ. നരിയമ്പാറയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ല. ഇവിടെയൊക്കെ റോഡ് പണി പകുതി അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. താഴെയാണ് പുതിയകാവ് ദേവീക്ഷേത്രമൊക്കെ. അത് നമ്മൾ കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ കക്കാട്ടുകടയ്ക്കാണേ. മടുക്കക്കുഴി കേറ്ററിംഗ് സെൻ്ററാണിത്. ഇനി അടുത്ത ജംഗ്ഷൻ വരുന്നത് കക്കാട്ടുകട. മഴയൊക്കെ പിന്നെയും പെയ്യുമോയെന്ന് അറിയത്തില്ല കേട്ടോ. ഈ കക്കാട്ടുകട ഇവിടെ നല്ലൊരു വളവാണ് കേട്ടോ. ആ വളവ് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ നിവർത്താവായിരുന്നു. കക്കാട്ടുകട ജംഗ്ഷനിൽ നിന്ന് നമുക്ക് വലത്തോട്ടുള്ള വഴിക്ക് പോയി കഴിഞ്ഞാൽ അഞ്ചുരുളിക്കൊക്കെ പോകാവേ. നമ്മൾ നേരെയാണ് പോകുന്നത്. ഇപ്പോൾ തന്നെ സമയം കുറച്ച് പോയി, മൂടലും ഒക്കെ ആയി, വണ്ടിയൊക്കെ ലൈറ്റിട്ട് വരാൻ തുടങ്ങി. നമ്മൾ ഈ വീഡിയോ നേരെ ഓപ്പോസിറ്റായിട്ടാണ് എടുത്തത്. പകുതി വഴിക്കൊന്നും മഴ പെയ്ത് കാരണം പിന്നെ കട്ടപ്പനയും തിരിച്ച് ഇങ്ങോട്ടാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ